ഭീമയ്ക്ക് വെറൈറ്റീസ് ഓഫ് ജ്വല്ലറി ഉള്ളതുപോലെ തന്നെ ഭീമയ്ക്ക് 3 കാറ്റഗറി ഓഫ് സ്പെഷ്യൽ വെഡിങ് ജ്വല്ലറീസ് അവൈലബിൾ ആണ്. സോ സ്റ്റാർട്ടിംഗ് ഫ്രം സ്റ്റാൻഡേർഡ്, പ്രീമിയം ആൻഡ് എലൈറ്റ്. ഇന്ന് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് കളക്ഷൻസിലുള്ളതാണ്. ഓക്കെ, ആൻഡ് സ്റ്റാൻഡേർഡ് കളക്ഷൻസ് എന്ന് പറയുമ്പോൾ അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് കുറച്ചും കൂടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. കുറച്ചും കൂടെ ഏറെ നമുക്ക് കേരള ഡിസൈൻസും നമ്മുടെ സ്റ്റാൻഡേർഡ് കളക്ഷൻസിനകത്താണ് വരിക. അപ്പോൾ കമ്മിങ് ടു അവർ വെരി ഫസ്റ്റ് സെറ്റ്, ഇത് എല്ലാവർക്കും ഇഷ്ടമുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള പാലക്കാമലയാണ്. ഇപ്പോൾ പാലക്കാമല ആക്ച്വലി ഇപ്പോൾ നമ്മുടെ കൊച്ചിലേ തൊട്ട് എല്ലാവരുടെയും കയ്യിൽ ഒരു പാലക്കാമല എങ്കിലും കാണും. ആ രീതിയിലാണ് നമ്മൾ പാലക്കാമല കണ്ടുവന്നേക്കുന്നത്. അപ്പോൾ പാലക്കാമല യൂഷ്വലി ഒരു ഗ്രീൻ വിത്ത് റെഡ് സ്റ്റോൺസ് ആയിരിക്കും കവേർഡ് ആയിരിക്കുക. പക്ഷേ നമുക്കിവിടെ ഒരു സർപ്രൈസ് പാർട്ടുണ്ട്. ഇത് മാത്രമല്ല, ഇതിനെ നമുക്ക് ഡബിൾ മാലയായിട്ടും യൂസ് ചെയ്യാം. ഇതിന്റെ ഫ്ലിപ്പ് സൈഡിൽ നമുക്ക് റെഡ് കളറിലുള്ള പാലക്കാമാല കിട്ടും. അപ്പൊ നമ്മൾ വേറെ ഔട്ട്ഫിറ്റിനനുസരിച്ച് നമുക്ക് ഗ്രീൻ സൈഡ് ആണെങ്കിൽ അതും ഇടാം, അല്ല നമുക്ക് ഫ്ലിപ്പ് സൈഡ് ചെയ്തിട്ട് നമുക്കിപ്പോൾ റെഡ് ഔട്ട്ഫിറ്റ് അല്ലെങ്കിൽ അതിന് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഡ്രസ്സസ് ആണ് വെയർ ചെയ്യുന്നെങ്കിൽ നമുക്ക് അങ്ങനെയും വെയർ ചെയ്യാൻ പറ്റുന്ന മാലയാണ് പാലക്കാമാല. പിന്നെ നമുക്ക് ഇവിടെയുള്ള വേറെ ഡിസൈൻ എന്ന് വെച്ചാൽ ലക്ഷ്മി ഡിസൈൻ വരുന്നതിന്റെ കാശുമാലയാണ്. അതും പിന്നെ നമുക്കൊരു ചോക്കർ പീസ് അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് മുല്ലുമൊട്ടിന്റെ വേറൊരു ടൈപ്പ് ഓഫ് മാലയും അവൈലബിൾ ആണ്. ഇതൊക്കെ കുറച്ചും കൂടെ ഒരു ലൈറ്റ് വെയിറ്റ് ആണ്. നേരത്തെ പറഞ്ഞ പോലെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഡിസൈൻസ് ആണ്. ആൻഡ് ഈ ഒരു സെറ്റിന്റെ കൂടെ വരുന്ന നമ്മുടെ ഇയറിംഗ് പീസ് ആണിത്. അതിന്റെ ബാംഗിൾസിനകത്ത് വരുമ്പോൾ ഇത് രണ്ടും നമ്മുടെ ആക്ച്വലി ഈ എൻറ്റയർ സെറ്റ് നമ്മുടെ കൽക്കട്ട ബാംഗിൾസ് ആണ്. ആൻഡ് ഇതിന്റെ കൂടെ മാത്രമല്ല, ഇപ്പോൾ നമുക്ക് ഉള്ള സെക്കൻഡ് സെറ്റിനകത്ത് നമുക്ക് കൽക്കട്ട ബാംഗിൾസ് വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഈ ഒരു സെക്കൻഡ് സെറ്റിനകത്ത് വരുന്ന കൽക്കട്ട ബാംഗിൾസ്. ആൻഡ് കമ്മിങ് ടു അവർ സെക്കൻഡ് സെറ്റും നമ്മൾ യൂഷ്വലി നമ്മുടെ ഹിന്ദു ബ്രൈഡ്സിനെ കാണുന്ന ഒരു സിമിലർ പാറ്റേൺ ഓഫ് നെക്ലേസസ് ആണ് വരുന്നത്. ഇത് നമുക്കൊരു പൊൻതാലി വരുന്നുണ്ട്. പിന്നെ ഇത് ബംഗാളി മാല. ആൻഡ് ഇത് ചെറിയൊരു ലക്ഷ്മി ദേവിയുടെ ഒരു നെക്ക് പീസ് ആണ് വരുന്നത്. ഇത് മുല്ലമൊട്ടുമാല ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ പാലക്കാമാല പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ എല്ലാ ബ്രൈഡ്സിന്റെ കയ്യിലും അല്ലെങ്കിൽ അതായത് നമ്മുടെ പണ്ട് ഒരു ട്രഡീഷനൊക്കെ ഫോളോ ചെയ്യുന്ന എല്ലാ വീട്ടിലും ഒരു മുല്ലമൊട്ടുമാല കാണും. ബിക്കോസ് അതിന്റെ പല ലെങ്ത്തിലും പല വേരിയേഷൻസിലൊക്കെ മുല്ലമൊട്ടുമാല അവൈലബിൾ ആണ്. അത് തന്നെയാണ് നമ്മുടെ സെക്കൻഡ് സെറ്റിനുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഈ ഒരു സെറ്റിന്റെ കൂടെ വരുന്നത് 2 കൽക്കട്ട വളയും പിന്നെ നമ്മുടെ കേരള ബാംഗിൾസും അവൈലബിൾ ആണ്. പിന്നെ നമ്മുടെ ജുമുക്ക. ഹൂ ഡസൻ ലവ് ജുമുക്ക അല്ലേ? പെൺകുട്ടികൾക്ക് ആക്ച്വലി ജുമുക്ക എന്ന് പറഞ്ഞ ഒരു സ്പെഷ്യൽ ഇഷ്ടമാണ്. അപ്പോൾ അതുപോലെ തന്നെ ആൻഡ് എസ്പെഷ്യലി കുറച്ചൊരു ലൈറ്റ് വെയിറ്റ്, ഒരു ഹെവി അല്ലാത്ത ജുമുക്കാസ് എല്ലാവർക്കും വെയർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. ഇറസ്പെക്റ്റീവ് ഓഫ് നമ്മുടെ വെഡിങ് ഒക്കേഷൻ തന്നെ ആവണമെന്നില്ല. അല്ലാതെ നല്ലൊരു ഇപ്പോൾ ഒരു സാരി എടുത്തിപ്പോൾ നമുക്ക് ഓഫീസിൽ പോകണമെങ്കിലും അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഒക്കെ വെഡിങ്ങിന് പോകണമെങ്കിലും ഒക്കെ നമുക്ക് ഈസിലി സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന ഒരു ജുമുക്കയാണ്. ആൻഡ് കമ്മിങ് ടു അവർ തേർഡ് സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ് ജ്വല്ലറീസ് ഫ്രം ഭീമ. അപ്പോൾ ഈ സ്റ്റാൻഡേർഡ് കാറ്റഗറിക്കകത്ത് നമ്മളുടെ ലാസ്റ്റ് കളക്ഷനാണ് വരുന്നത്. ആൻഡ് നമ്മൾ നേരത്തെ കണ്ട് ലക്ഷ്മി കാശുമാലയുടെ ചോക്കർ പീസാണിത്. അപ്പോൾ നമുക്ക് ആക്ച്വലി കാശുമാല പല രീതിയിലും അവൈലബിൾ ആണ്. പക്ഷെ ചോക്കർ പീസ് അങ്ങനെ കണ്ടിട്ടില്ല, അത് കുറച്ച് കുറവാണ്. പിന്നെ ഇവിടെ എഗെയിൻ വേറെ ഒരു സിമ്പിൾ ബ്യൂട്ടിഫുൾ ഡിസൈനിലുള്ളൊരു മാലയുണ്ട്. ആൻഡ് പിന്നെ നമുക്കൊരു ലെയർ മാല. ഇത് ഒരു ലെയർ മാലയാണ്. ആൻഡ് നമുക്ക് നേരത്തെ കണ്ടതിന് ഒരു ഡിഫറെന്റ് ഷെയ്ഡ് ഓഫ് മുല്ലമൊട്ടുമാല. ആൻഡ് ഇത് കുറച്ചുകൂടി കളർഫുൾ ആയിട്ടുള്ള കുറച്ച് റെഡ് സ്റ്റോൺസ് കൂടി വെച്ചിട്ടുള്ള എഗെയിൻ ഒരു മുല്ലമൊട്ടുമാലയാണിത്. ആൻഡ് ഈ സെറ്റിന്റെ ബാംഗിൾസ് എന്ന് പറയുന്നത് എല്ലാം നമ്മുടെ കേരള ബാംഗിൾസ് ആണ്. ഇത് കാണുമ്പോൾ ഭയങ്കര റിച്ച് ഫീലിംഗ് ആണ്. പക്ഷെ ഇത് കൈൻഡ് ഓഫ് ലൈറ്റ് വെയിറ്റ് ആണ്. നമുക്ക് അത്ര ഹെവിനെസ് തോന്നിക്കില്ല. അത് ആക്ച്വലി ഇത്ര ഇടുമ്പോൾ തന്നെ നമ്മുടെ കൈ ഭയങ്കരമായിട്ട് നിറയും കേട്ടോ. അത്രയും ഭയങ്കര റിച്ച് ആയിട്ടുള്ള ബാംഗിൾസ് ആണിത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞത് പോലെ വെഡിങ് സീസൺ മാത്രമല്ല, ഇത് അക്ഷയതൃതീയ സീസൺ ആണ്. അപ്പൊ അക്ഷയതൃതീയ സീസൺ കുറച്ചും കൂടി ട്രഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ഇപ്പൊ നമുക്ക് വാങ്ങിക്കാനോ ഗിഫ്റ്റ് ചെയ്യാനോ ഒക്കെ ഉണ്ടെങ്കിൽ ഇതിന് പറ്റിയ ഒരു കാറ്റഗറി ഓഫ് ജ്വല്ലറീസ് ആണ് അത്. അപ്പൊ നമ്മുടെ എല്ലാവരുടെയും വീട്ടിലും ഒന്നിൽ കാശുമാല അല്ലെങ്കിൽ നമ്മുടെ മുല്ലമൊട്ടുമാല അല്ലെങ്കിൽ പാലക്കാമാല ഇതിലേതെങ്കിലും ഒക്കെ ഉണ്ടാവും അല്ലെ? ഇനിയിപ്പോ ഇതിലേതെങ്കിലും പുതുതായിട്ട് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ഇതിലേത് മാലയായിരിക്കും ആദ്യം ചൂസ് ചെയ്യുക? അതൊന്ന് താഴെ കമന്റ് ചെയ്തേക്കാവും.